എന്താ ഫുള്ള് മാറാല പൊടിയാ മൊത്തം. അല്ല ഞാൻ ഇന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. നമ്മളെ വീടല്ലേ, സ്വന്തം വാടക വീടാണെങ്കിൽ സ്വന്തം വീട് പോലെ നമ്മൾ കാണട്ടെ. ഇല്ലല്ലോ, അടുത്ത ഞാൻ ക്ലീൻ ആക്കട്ടെ. ഇവിടെ തന്നെ ക്ലീൻ ആക്കണേ. ഇപ്പൊ കഴിഞ്ഞു. ജ്യൂസ് വല്ലതും വേണോ? പറയാൻ വേണേ അമ്മമാരെ കൊണ്ട് ലലുവിനെ കൊണ്ട് എടുപ്പിക്കാൻ. ജ്യൂസ് മേടിക്കാൻ വിട്ടാ പിന്നെ അവനെ കാണില്ല. അവൻ വേറെ എന്തെങ്കിലും മേടിച്ച് കഴിക്കും. വെള്ളടിച്ചിട്ട് കയറണോ? എല്ലാവരും എല്ലാവരും ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുക. കുട്ടികളെ ഇതിലെ അകത്ത് കയറ്റല്ലേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ഡെത്ത് ഇതാരാ അച്ഛാ? വേറെ ആരോ വയറ്റി പിറന്ന ദാസന്റെ ദത്തുപുത്രൻ. അമ്മൂമ്മല്ല. നിന്നോട് ഞാൻ നിന്നെ ഞാൻ ദാസന്റെ കൊച്ചു വന്ന് പേരെന്താ? ഇതെന്താ ദാസ വീടിന്റെ അവകാശമൊക്കെ വീടിന്റെ അവകാശോ? വാടക വീടിന്റെ അവകാശം ചോദിച്ചു. എന്ത് മനസ്സല്ലേ ഇറക്കി വിടാന്ന് കൊച്ചിനെ. ദാസന്റെ അതേ മുഖം, ദാസന്റെ അതേ മുഖം. ദത്തുപുത്രന്റെ കാര്യം പോലും പറഞ്ഞില്ല. ദാസ ഇതെന്താ ഞങ്ങളോടും പറഞ്ഞില്ല? അത് ഈ ഒരു അച്ഛന്റെയും എടാ ദാസ ഒരു കുട്ടിയുടെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മുമ്പിലാണ് ദത്തുപുത്രൻ എന്നൊക്കെ പറയുന്നത്. ദാസന് അച്ഛൻ മാത്രം വിളിച്ചാ മതി. ഞാൻ അമ്മേന്ന് വിളിച്ചോട്ടെ, അമ്മേന്ന് വിളിച്ചോട്ടെ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മുമ്പിലാണ് ദാസ ദത്തുപുത്രൻ എന്നൊക്കെ പറയുന്നത്. കൊച്ചിന് എത്ര അത് കൊച്ചിന്റെ മനസ്സ് പറഞ്ഞ ദാസൻ അറിയില്ലേ? ഞാനൊരു അച്ഛനായോണ്ട് പറയാന്ന് എത്ര വേദന. പക്ഷെ ഇത് നമ്മുടെ കുടുംബത്തെ ചോദിച്ച് ചീത്തപ്പേരാ. നമുക്ക് DNA ടെസ്റ്റ് നടത്തണം. അല്ല ദാസൻ അതേ മുഖച്ചായം. ദാസൻ വരെ അക്സെപ്റ്റ് ചെയ്തില്ല. അല്ല നിനക്ക് പ്രശ്നം അല്ലെങ്കിൽ നീ എന്തിനാ പേടിക്കണത്? DNA ടെസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. സംശയമല്ല ദാസ, നമ്മളത് പ്രൂവ് ചെയ്യണം. നമ്മള് കൊച്ചിനെ കാണാനില്ല. എന്നെ സംശയിക്കണല്ലോ. സംശയമല്ലടാ, നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. വേറെ ഒരുത്തേനും നമ്മളെ ആ കണ്ണുകൊണ്ട് നോക്കരുത്. ദാസന്റെ ചന്തയിലുള്ള അതേ മറുക കുട്ടിയുടെ പിന്നെ പറവുണ്ട്. എനിക്ക് നിന്നെ വിശ്വാസം, കാര്യം അത് പോസിബിൾ അല്ല. പക്ഷെ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോ അത് തെളിവാ വിശേഷിപ്പിക്കരുത്, കൊന്നേക്കണം. മനസ്സിലായോ? ദാസ നീയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. നീ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് നീ ഇവിടെ പ്രൊഡ്യൂസും ചെയ്തിട്ട് എനിക്ക് നിന്നെ വിശ്വാസമാ, എനിക്ക് നിന്നെ വിശ്വാസമാ. പക്ഷെ വിശ്വസിക്കുന്ന ഒരു കാരണം വേണം. കാര്യം എന്ന് വെച്ചാൽ നീ ആ കൊച്ചിനെ കൊല്ലണം. ആ കൊച്ചിനെ നീ കൊല്ലുവാണെങ്കിൽ ഒരു എടാ ഈതാര് കൊല്ലുവാന്നൊക്കെ പറഞ്ഞ ഈതാ എന്തുവാ ഈതാ തവളക്കുഞ്ഞെ കൊല്ലുന്ന ഇവിടെ അവകാശത്തിൽ ഒരുത്തനും വരാൻ പാടില്ല. എടാ ഈ വാടക വീടിനൊക്കെ എന്താ അവകാശം? അടിച്ചു തീർക്കട്ടെ. നീ അതിനെ കൊല്ലുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല. കൊല്ലാൻ പാടില്ല. ഒരു കുഞ്ഞിനെ എങ്ങനെയാടാ കൊല്ലാൻ? ഞാൻ കൊല്ല തോക്കവിടെ തവളക്കുഞ്ഞിനെ കൊല്ലുന്ന വഴിയാണ് ഞാനെടുത്ത് കൊല്ല. അയ്യോ ആ ചെല്ലു, വരൂ വരൂ. ഞങ്ങള് കൊല്ലുമ്പോ നിന്റെ കൈ ഒന്ന് ഇടറിയ നമുക്കിതാവും. വരൂ കൊച്ചിന്റെ ഫോട്ടോ കിട്ടി.
കൊച്ചിന്റെ അപ്പൻ. ഇതെന്താണ് ഒരു പെണ്ണത് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു വന്നേക്കുന്നത്? കൊച്ചിന്റെ അച്ഛൻ. പണ്ട് ദാസൻ പ്ലാസ്റ്റിക് സർജറി. എവിടെ നീ മൂത്രയിക്കാനുള്ളത്. ദാസന്റെ ഭാര്യ എത്തിയോ? വാവ്, ദാസന്റെ ഭാര്യ എവിടെ? 2 ഭാര്യമാരാ? ഞാനറിയാത്ത എന്റെ ഭാര്യ ദാസ ദാസൻ ചേട്ടൻ കിട്ടിയതാണ്. ഇതെന്താണ് കൊച്ചാണെന്നൊക്കെ പറഞ്ഞു. ദാസ? ഇത് അങ്ങനെ ഇതെന്താ ദാസ? അല്ലല്ല, കുട്ടി 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 നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ വന്നേക്കണത്. ദാസ, ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. നമ്മുടെ മോഡൽ ഒരിക്കലും പിള്ളേച്ചലല്ല. എന്നെ മറന്നുവല്ലേ. ഇതാരാ ഇതാരാ? ഒരു വരയ്ക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. പൊന്നു പോലെ ഞാൻ നോക്കും. കൂടെ കിടന്ന് ഇവക്കെങ്ങനെ ഒരു ബേട്ട ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഞാൻ ചുമക്കേണ്ടി വരില്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ ചുമന്നോളാം. അതൊക്കെ അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ? ഇതെന്റെ മകനാ. പക്ഷേ കൊച്ചു പറഞ്ഞല്ല അമ്മയില്ല മരിച്ചു പോയെന്ന്. അത് ഫ്രോഡാ ഫ്രോഡാ. അത് ഫ്രോഡാ, കൺഫേം ഫ്രോഡാ. ഇവന്മാരെല്ലാം ദാസൻ ചത്ത്. ഞാൻ ഡാഡിനെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ വല്ല പ്രശ്നമായി. ഇത് തീർപ്പാക്കാതെ ഈ വിഷയം തീരുന്നു. ഇത് തീർപ്പാക്കണ ദാസ, അല്ലെങ്കിൽ ശരിയാവില്ല. വീടിന്റെ അവകാശം ചോദിച്ച ഓരോരുത്തർ വരുമ്പോ ദാസ ഇത് കാര്യം അറിഞ്ഞെടുത്തോടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവര് ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനറൽ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നവര്. ഈ കാലത്ത് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണോ പാട്? അതാണ്. ഞാൻ വേണേ ഒപ്പിച്ചുതരാം. ഈ വീടിന്റെ മുന്നാധാരം കീഴാധാരം വരെ ഒപ്പിച്ചിരുന്നു. വെയിറ്റ് അത്ര എന്ത് CBI വിളിക്കാൻ പോലുണ്ട്. അവര് ഫ്രോഡാണ് തെളിയിക്കണം. ഞാനങ്ങ് സുഖിച്ച് എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? ദേഷ്യം വരുമ്പോ എന്റെ ഏട്ടനെ കാണാൻ എന്ത് രസമാ. ഐ ലവ് യു, ഐ ലവ് യു. മാമ എന്നെ കള്ളനാക്കുന്നു. വേണ്ട, നീ മാറിക്ക്. മാറിക്ക്, എന്റെ അടുത്ത് വരണം. അയ്യോ എന്നെ നോക്കുന്ന നിന്നെ ഞാനെന്താ നീ നോക്കുന്നേ? നിന്നെ ഞാൻ നോക്കണ്ട. എന്തിന്? അത് നോക്ക്. അയ്യേ, ഒരു പ്രാവശ്യം നോക്കിയതാണ് അത്. എനിക്ക് മനസ്സിലായി. എന്താണ് ദാസേട്ടാ എന്നെ മറ്റൊരു ടോക്കിയോ ദാസനാ? ദാസേട്ട് ഇതാരാ? ഏത്? ഇത് ഞാൻ ദാസേട്ട് ഭാര്യയുടെ സ്പെല്ലിംഗ് ആ കാണുന്നതാണ് ദാസേട്ടിന്റെ കുട്ടി. ഭർത്താവ് ടോക്കിയോ ചിറക് വെച്ചോ ചെല്ല്. മറ്റേതിന്റെ ഒരു പ്രശ്നം സോൾവ് ആയല്ലോ. അടുത്ത പ്രശ്നം കോടതി വഴി നീങ്ങാൻ താല്പര്യമുണ്ട് കുട്ടിക്ക്. വലിയ നഷ്ടപരിഹാരങ്ങൾ. അതെ, മതി. മതിയോ? കാശിന് വേണ്ടിട്ടാണോ? കാശിന് വേണ്ടിട്ടാണെ പറയാം. എത്ര കാശ് നമ്മൾ തരും. 5-10 വിടാം. നെഞ്ച് തകരുന്ന ദാസേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ. പിടിച്ച് പുറത്തിട്ടെ. ഒരൊറ്റ തെളിവ് മാത്രമേ ഉള്ളൂ ഇതാ ഇവിടെ കിടക്കണത്. വേറെ ഒന്നും അറിഞ്ഞൂടല്ലോ. വൈകാണ്ട് ഒരു പൂജ ചെയ്യിപ്പിക്കണം അറ്റ്ലീസ്റ്റ്. വരൂ. അല്ലെങ്കിൽ പള്ളിയിലത്തെ അച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിക്കുകയും ചെയ്യണം. അത്യാവശ്യമാണോ? ദാസേട്ടനെ പറ്റി ആശുപത്രിയിൽ ഒന്ന് വെയിറ്റ് എല്ലാരും നോക്കണം. അത്രല്ല
മിണ്ടാതിരുന്ന് കളിക്കുന്ന എന്തോ മാഡത്തിന്റെ പേരെന്താ? നേഹ നേഹ. ഓക്കേ, നൈസ് ടു മീറ്റ്. അതെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞതാ അപ്പൊ ഇത് അർജന്റായിട്ട് ഞാൻ വന്നു. കൺഫർമേഷൻ കിട്ടിയ ആ, ഓക്കേ, കുട്ടിയും ഓക്കേ. അച്ഛനും കൂടി കൊള്ളാം. ഒരു കേക്ക് മുറിക്കും. ഒരു ഗ്ലാസ് റൊട്ടേറ്റ് ചെയ്യണ്ട് ഓക്കെ അല്ലേ കടയിൽ ഗ്ലാസ് റൊട്ടേറ്റ് ചെയ്യണ്ട് മാഡം നീങ്ങോ മാഡം ഇനി ഞാൻ പറയത്തില്ല ദാസന്റെ രണ്ടാമത്തെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ അല്ല സോറി ഒന്നാമത്തെ ഭാര്യ സാറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് എ പോസിറ്റീവ് അല്ലേ ഒബ്ജക്ഷൻ ദാസന്റെ ഭാര്യനെ കാണാനില്ല ആ എ പോസിറ്റീവ് ആണ് കാണിക്കുന്നത് സാർ ഞാൻ വാദിക്കും, ഞാൻ വാദിക്കും. സാർ അങ്ങോട്ട് നിന്നോ നേഹ മാരീഡ് ആണോ? ബൈ ദ വേ. അല്ലേ മാഡം ഒന്നോടെ പോയിരിക്കും സാർ പോയി എന്റെ പുറകെ നിന്നോ. അല്ല, മാഡത്തിന്റെ നമ്പർ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ. അതാ. ഇവിടെ ഇരിക്ക്. അപ്പൊ ഇവിടുന്ന് പോക്ക് നടക്കില്ല. ഇല്ല മാഡം മാത്രം വന്നാൽ മതി മാഡത്തിന് ചെറിയ സജഷൻ തരുന്നുണ്ട് മിണ്ടല്ലടാ കേക്കട്ടെ. ചെറിയൊരു പേരുള്ളൂ വെയിറ്റ് ചെയ്ത് സാറേ ഒന്ന് അതോട്ട് വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട് പുള്ളിക്കാരന്റെ കട്ട് ചെയ്യട്ടോ? കാക്കപ്പുള്ളിയോ ഇതേതാ? കാക്കപ്പുള്ളിയോ FTW കത്ത് കാക്കപ്പുള്ളിന്നോ? വേണ്ട നീ വേണ്ട നീ ഇത് കണ്ട FTW ഇരിക്കുന്നുണ്ടാ? കേക്ക് കട്ട് ചെയ്യും. അച്ഛൻ ഷർട്ടൊക്കെ വരിയായി ഇതിൽ അച്ഛനാണ് ആരാണാവോ? അച്ഛനും മോനും കൂടി ഈ കേക്ക് കട്ട് ചെയ്യും. വണ്ടി നേടവും ഞാനൊരു തകാശി, എന്താ നിന്റെ കല്യാണം? നല്ല ചടങ്ങ് നടക്കാൻ പോവല്ലേ? അതെ 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 സത്യം. എന്ത്? കൊച്ചിന്റെ അച്ഛൻ അവിഹിതം പിടിച്ചില്ലേ? ഈ കൊച്ചിന്റെ ഷർട്ടും ഇവന്റെ ഷർട്ടിലെ ബാക്കിൽ എയ്ത്തും ഒരേ എനിക്ക് ആദ്യത്തെ പീസ് തരണേ കേക്കിന്റെ. നീയും നിന്റെ അച്ഛനും കൂടിയാണ് കട്ട് ചെയ്യുന്നത്. നീ ഒരു മനസ്സിലായോ? ബാക്കിയുടെ അത്രേ ഉള്ളൂ. ഒരു കത്തിയുടെ അത്ര ഇല്ല. അമ്മയും കൂടി കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് പറയാം പോസിറ്റീവ് അല്ലേ? അതെ പ്ലീസ് ബി ക്വയറ്റ് ഇങ്ങോട്ട് വരാം എല്ലാരും സാക്ഷി നിർത്തി പറയാണ് പോസിറ്റീവ് മിണ്ടല്ലേ കേക്കട്ടെ. എല്ലാരെയും വിളിക്കാം അവിടെ എല്ലാരും വന്നോ മിണ്ടല്ലേ എല്ലായിടത്തിന്റെ സാക്ഷിയാക്കി പറയാണ് അമ്മയും കുട്ടിയും മാച്ച് ആവുന്നുണ്ട് ദാസന്റെ മാച്ച് ആവുന്നുണ്ട് എന്റെ ഗർഭം ഇങ്ങനല്ല. പിന്നെ ആരാണ് ഇവിടെ അവകാശം? അത്ര നീ കൊണ്ടുവന്നേ അത്ര ഒരു ഡോക്ടറിന്റെ അടുത്ത് എല്ലാം പറഞ്ഞത്രേ. എന്താ ഏതാ എന്താ ചുറ്റും പൊട്ടും തിരിയാത്ത ആ പയ്യന്റെ തലയിൽ ഇത് വെച്ചു കൊടുക്കണോ? ആ ഡോക്ടർ ചുറ്റും പൊട്ടും പറഞ്ഞതിന്റെ തിരിയാത്തയോ? അടുത്ത് ഈ ആരാണ് എന്താ എന്ത് ഈ മഹാനാണ്. ഏത് ഡോക്ടറെ വിളി. ഒരു കാര്യം ഇങ്ങനെ വരാൻ വയ്യില്ലേ? എന്റെ ഇങ്ങനെയല്ല. അതെ ഇതെന്താണ് ഇത് മാറിക്കളിക്കുക? ഇത് എന്തുകൊണ്ട് ഇത്? എടാ, എന്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ പുള്ളി പറഞ്ഞെന്ന് എന്റെ ഒരു ഇമേജിന് കോട്ടം തട്ടാതിരിക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ള അവനാകുമ്പോ ഒന്നും പറയില്ല, ഡോക്ടറെ അങ്ങനെ ഇവന്റെ തലയിൽ വെക്കാൻ പറഞ്ഞു. അത്ര അങ്ങനെങ്ങാനും ആണെങ്കിൽ സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. എത്ര ഞാൻ കേട്ടതൊക്കെ സത്യമാണോ ഞാൻ ഞങ്ങൾ കേട്ട സത്യമാണോ? എന്താ ഇത്? കുട്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹലോ ഹലോ എവരിവൺ കുട്ടി സുനയില്ലെന്നെങ്ങാനും പറയാനാണ് ഞാൻ ഇല്ല. കണ്ടിരിക്കും. അത് ഉറപ്പാ സുനില്ല. സാറേ എന്റെ ഡ്യൂട്ടി ഓവറായി, ഞാൻ പോകുന്നു. സാർ കുട്ടിയുടെ അച്ഛൻ ഞാനല്ല, കുട്ടിയുടെ അച്ഛൻ വേറെ ആളാ. പോവരുത്, സാറേ നാളെ കല്യാണം സാറ് പോവരുത്. അത്ര ഒന്നുമില്ല. ഇത് അവന്റെ ഇതാണ് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ അത്തറിന്റെയും ആളെ അത്ര ഉറക്കാൻ പോകുന്നത്. വാവോ